ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നഷ്ടപ്പെട്ട ആടിനെയും നഷ്ടപ്പെട്ട നാണയത്തെയും കുറിച്ചുള്ള ഉപമകളിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ കരുണ ദൈവം നമ്മോട് വെളിപ്പെടുത്തുന്നു. യേശു പാപികളോടും ചുങ്കക്കാരോടും അടുത്തിടപഴകുന്നത് കണ്ട് ഫരീസയരും ശാസ്ത്രിമാരും പിറുപിറുത്തപ്പോഴാണ് അവിടുന്ന് ഈ ഉപമകൾ പറഞ്ഞത്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷമാണ് ഈ ഉപമകളുടെ അന്തസത്ത. 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99 ഉപേക്ഷിച്ച് അതിനെ തേടിപ്പോകുന്ന ഇടയനെയും, 10 നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് മുഴുവൻ അടിച്ചു വാരി അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്ത്രീയെയും ഒരുപോലെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. നാം പാപത്തിൻ്റെ വഴിയിൽ അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. പ്രത്യുത നമ്മെ തിരികെ കണ്ടെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വഴികളിലൂടെ. ഇന്നത്തെ ലോകത്തിൽ പലരും പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഭൗതിക സുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പിന്നാലെ നാം പോകുമ്പോൾ നാം ആത്മീയമായി ശൂന്യരാവുകയും നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം എത്രമാത്രം അകന്നുപോയാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തേടി വരുന്നു. അത് നാം തിരിച്ചറിയണം. ധൂർത്തപുത്രരെ പോലെ നാം മടങ്ങി വരണം. ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. മടങ്ങി വരുവാൻ, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും മാനസാന്തരപ്പെടുവാനും ദൈവം നമുക്ക് വീണ്ടും ഇന്നേ ദിവസം ഒരു അവസരം നൽകുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നിധിയിലേക്ക് തിരികെ വരാൻ അവിടുന്ന് നമ്മെ വീണ്ടും ഒരു ദിവസം ക്ഷണിക്കുന്നു. നാളെ എന്ന് കരുതി നീട്ടിവെക്കരുതേ സഹോദരങ്ങളെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ വരവിനായി യഥാർത്ഥത്തിൽ നാം ഒരുങ്ങുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കാരുണ്യം നമുക്ക് വലിയ പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. നഷ്ടപ്പെട്ട ആടോ നാണയമോ ഒക്കെ ആയിരിക്കാം നാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എങ്കിലും അവിടുന്ന് നമ്മെ തേടുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വീണ്ടും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കൈപിടിച്ച് തിരിച്ച് കയറി വരാം. ആ തിരിച്ചറിവ് നമുക്ക് ആത്മീയ പ്രചോദനം നൽകട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാം. ദൈവത്തോട് കൂടുതൽ അടുക്കാം. മടങ്ങി വരാം. ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുകിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ പൂർണ്ണമായി ശരണപ്പെടാം. അത് നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കും.